യെസ്, ശ്രീമതി നുസ്രത്ത് ജഹാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. ഓക്കെ, കേക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഹരേ കൃഷ്ണ, അതൊന്ന് തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ അതാണ് ആ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. ഈ ഒരു ശ്ലോകം തുടങ്ങി ഇസ്കോൺകാര് ഈ ലോകത്തിനോട് പ്രചരിപ്പിക്കുന്നതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലുള്ള ഭാരതത്തിൽ നിന്ന് ഇതുപോലുള്ള ഒരു സംഗതി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക്. ഇസ്കോൺ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അമേരിക്ക UK ഒക്കെ ചെന്ന് കണ്ടാലല്ല അവരെ ടെമ്പിൾസ് ഒക്കെ കുറെ ബന്ധങ്ങളുണ്ട്, കുറെ ഇസ്കോൺ സ്വാമിമാരൊക്കെ ആയിട്ട് ഇവിടെ വൃന്ദാവനില്. നാളെ ലോകം മുഴുവൻ ഇസ്കോൺ ഇതിനെതിരെ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന എന്താ അറിയോ? എല്ലാവർക്കും അതിന്റെ ഇത് അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ പറയുമ്പോ ഇതാണ് ഭാരതം പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാത്ത ജനങ്ങളാണ് എന്നും ഞാൻ പറയണ പോലെ. കാരണം ഭാരതീയനാണ് നമ്മുടെ രാഷ്ട്രം. എന്താണ് രാഷ്ട്രത്തിലെ ഓരോരുത്തരും ഹിന്ദു ആണ്, നമ്മൾ ഹിന്ദുസ്ഥാനി എന്ന് തന്നെയാണ് നമ്മളെ ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റ് രാഷ്ട്രക്കാരൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ അത് നമ്മളെ മക്കളെ പഠിപ്പിക്കാത്തടത്തോളം കാലം ഭാരതമാണ് ഇതിന് പേടിക്കേണ്ടത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു മുന്നറിയിപ്പാ ബംഗ്ലാദേശ്. അതാ മനസ്സിലാക്കേണ്ടത്. കാരണം അത്ര ഇപ്പൊ അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്യണോ, അടിച്ചു കൊല്ലണോ, ഇതെല്ലാം ഇവിടെ നമ്മൾ പുറത്തേക്ക് വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അഫ്ഗാനിൽ സംഭവിച്ച പോലെ തന്നെയാണ് അതിന്റെ തുടക്കമാണ്. ഇതിൽ ബോർഡറിൽ വരെ ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് കവർ ചെയ്യാണ് വെസ്റ്റ് ബംഗാളിലെ. വെസ്റ്റ് ബംഗാളിൽ 1.5 കോടി ബംഗ്ലാദേശി ആൾക്കാരുണ്ട്. അവരിവിടെ സേഫാ, അവർക്ക് ഒരു പ്രശ്നവും. അവർക്ക് ആധാർ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പറയും ഇവിടുത്തെ മൈനോറിറ്റീസ് സേഫ് അല്ല ഇന്ത്യയിലെ. നരേന്ദ്രമോദിക്കെതിരെ പറയും. നമ്മൾ അതിനെ പറ്റി പറഞ്ഞാൽ എന്താ പറയാ, സംഖ്യയായി. ഭാരതത്തെ പറ്റി സംസാരിച്ചാൽ സംഖ്യയായി. ഭാരതത്തിലെ സാധു ജനങ്ങളെ പറ്റി സംസാരിച്ചാൽ സംഖ്യയായി, RSS ആയി. പറഞ്ഞോട്ടെ. അപ്പൊ ഈ കൃഷ്ണ ഒരു അവയർനെസ് എന്ന് പറയുന്നത് ലോകത്തിൽ പ്രചരിപ്പിച്ചത് ഹിന്ദുയിസത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ കുറെ ബന്ധങ്ങൾ ഈ ടെമ്പിളുകളായിട്ടുള്ളതുകൊണ്ട് കൃഷ്ണ ടെമ്പിൾസ് എവിടെ നോക്കിയാലും ഇസ്കോണിന്റെ ആൾക്കാരെ പോലെ ഇതിന് പ്രചാരം നൽകുന്നില്ല. കൃഷ്ണ തന്നെയാണ് ലോകാവസാനം വരെയുള്ള സ്നേഹവും പരിഗണനയും എല്ലാം തരുന്ന ഒരു അവതാരം, ദൈവത്തിന്റെ അവതാരം എന്നുള്ളതിൽ വന്ന് ആ ഒരു മെസ്സേജ് കൊടുത്ത് ഇവർ പോകുന്നതും. പിന്നെ ലക്ഷക്കണക്കിന് ഭഗവത്ഗീതയാണ് നമ്മുടെ സിറ്റികളിൽ വിറ്റൊഴിയുന്നത്. അതറിയോ? അതാരാ ചെയ്യണ? ഇസ്കോൺ. അത് ഞാൻ എപ്പോഴും പറയില്ല, ആ ഒരു ഭാരതത്തില് ഇപ്പൊ ഖുർആൻ ഇല്ലാത്ത മുസ്ലിം വീടുണ്ടാവില്ല, ബൈബിൾ ഇല്ലാത്ത ക്രിസ്ത്യാനി വീടുണ്ടാവില്ല. പക്ഷെ ഭഗവത്ഗീത ഉള്ള എത്ര ഹിന്ദു വീടുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കാണില്ല. പക്ഷെ ഇസ്കോൺ ഇസ് ഡൂയിങ് ദാറ്റ്. ഒരു കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇതിലേക്ക് വരുന്ന ആരെയും നിർബന്ധിച്ച് അവർ മതം മാറ്റിക്കോ, നിങ്ങൾ ഇത് വന്ന് വിൽക്കോ, നമ്മളോടൊന്നും അവര് പറയാറില്ല. നമ്മൾ പോകുമ്പോ നമ്മളെ കാണുമ്പോ ഗിഫ്റ്റ് തരൂ, ഹരേ കൃഷ്ണ മന്ത്രം നമ്മളോട് പറയും. അത്ര പറഞ്ഞാൽ ചിരിച്ചോണ്ട് ഹരേ കൃഷ്ണ അല്ലെ രാധേ രാധേ, ഈ ഒരു സ്വഭാവം മാത്രമേ അവര് പറയാറുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ കുട്ടികളുടെ ഇടയിലാവുമ്പോൾ നമ്മൾ കാണും. അപ്പൊ ഇത് ഓരോരുത്തരും വാങ്ങുക, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുണ്ട്. അപ്പൊ ഈ ഭഗവത്ഗീത ഓരോ വീടുകളിൽ എത്തുമ്പോ ഇതിപ്പോ ഭാരതത്തിൽ എത്ര എണ്ണി വെച്ചോ നിങ്ങള്, ഈ ബംഗ്ലാദേശ് എന്ന് പടർന്ന് പന്തലിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ ഡൽഹി ഇലക്ഷൻ വരുമ്പോ ഇതിന്റെ കുറച്ചും കൂടി ചിത്രം നമുക്ക് കാണാൻ പറ്റും. കാരണം ഡൽഹിയിലുള്ളത് മുഴുവൻ ഈ പറഞ്ഞ പോലെ വോട്ടേഴ്സ് ID ക്രിയേറ്റ് ചെയ്ത ബംഗ്ലാദേശികൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അതിപ്പോ നമുക്ക് ബോഡി ലാംഗ്വേജിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഈ ആൾക്കാരെയും തമ്മിലുള്ള. അപ്പൊ ആ ഒരു ഫേസ് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ അതിന്റെ തുടക്കം. ഭാരതം എടുക്കുന്ന മെഷേഴ്സ് എത്രമാത്രമാണ് ഈ അവിടെ കിടക്കുന്ന മൈനോറിറ്റീസ്. കാരണം എത്ര % ഉണ്ടായിട്ട് അതിന്റെ 10-15% പോലും ഹിന്ദുക്കൾ ഇന്ന് ബംഗ്ലാദേശിലില്ല. അവരെവിടെ പോയി? ആ ഹിന്ദുക്കളെ മതം മാറ്റിയും ഒരാൾക്ക് ഇഷ്ടമുള്ള അതിപ്പോ
7% തോന്നുന്നു. 7.7 സംതിങ് ആണത്. അപ്പൊ ഈ ഹിന്ദുക്കൾക്കെല്ലാം എന്ത് പറ്റി? അപ്പൊ ഇവിടെ പറയുമ്പോ നേരെ ഉൾട്ട പറയും, ജാതി ഇതാണ്, ജാതി വേർതിരിച്ച് പറയണമെന്ന്. ഇസ്ലാമിനില്ല മൈനോറിറ്റി. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല മുസ്ലിമിന് പിന്നെ അവകാശങ്ങളും അവർക്ക് എല്ലാ പരിഗണനയും കിട്ടുന്നുള്ള. ഈ ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന്, ഒരു മുസ്ലിം സുഖമായി ജീവിക്കുന്നുണ്ടോ നിങ്ങൾ പറ? അത് ഈ ലോകം പറയണം, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നീ അത് പറയണോന്ന് എന്നോട് ചോദിക്കും. പക്ഷെ പറയണം, ഈ 56 രാജ്യങ്ങളിലും പ്രശ്നങ്ങളാ. അതിൽ ഈ ഗൾഫ് GCC കൺട്രീസ് ഒഴിച്ച് എല്ലാരും, കാരണം അവര് കുറച്ചും കൂടി ഹ്യൂമാനിറ്റീസിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അവര് ഈ പറയുന്ന 354 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ, പ്രവാചകന് ശേഷം എഴുതിയ ഹദീസിനും ഫിത്തുവ ബുഖാരി എന്ന് പറഞ്ഞതിന് എല്ലാം ഇത് കൊടുക്കുന്നത്. ഇവർ ഈ ഗ്രന്ഥം മുഴുവനും മാറ്റി മറിച്ച് അതിലേക്ക് അമെൻഡ് ചെയ്ത സാധനങ്ങളാ. എന്നിട്ട് പറയും ഇസ്ലാമിനെ തൊട്ട് കളിക്കരുത്, ഇസ്ലാം പറയരുത്. ഹദീസിന് അതാണല്ലോ നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലെ ശരീഅത്ത് നിയമം. ശരീഅത്ത് നിയമത്തിനെ പറ്റി പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യാൻ പോണേ? ഇവര് നമ്മളെ പിന്നാലെ വരും. അപ്പൊ ഇതന്നെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പൊ ഓരോ മനുഷ്യരും, മുസ്ലിങ്ങളും ഞാൻ പറയും, സ്റ്റുഡൻസ്, വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 354 വർഷങ്ങൾക്ക് ശേഷം എഴുതി വെച്ച ഹദീസുകൾ എടുത്തിട്ടാണ് മനുഷ്യരെ കൊല്ലണം, ഇങ്ങനെ ആക്കണം, പിന്നെ മുസ്ലിമിനോടെ മുണ്ടാൻ പാടുള്ളൂ, മുസ്ലിമിന് സലാം പറയാൻ പാടുള്ളൂ. ഈ അജണ്ടന്റെ ഭാഗല്ലേ? വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് എങ്ങനെ വെൽഫെയർ പാർട്ടി, SDAPക്ക് അവരുടെ പാർട്ടിയൊക്കെ ഉണ്ടായി വോട്ട് ചെയ്യണം, അവര് സ്ഥാനാർത്ഥിനെ നിൽക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് 75 ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറിനെ പിന്നെ ജയിലിലടച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ന് ആ കോൺഗ്രസ് ആണ് ഇവർക്കെല്ലാം സംഗതികൾ ചെയ്തു കൊടുക്കുന്നത്. കോൺഗ്രസിനെ ആരാ സപ്പോർട്ട് ചെയ്യണത്? ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPI അല്ലേ? അപ്പൊ ഇത് പറയാൻ പാടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ സാധനം പറഞ്ഞിട്ട് എനിക്ക് കുറെ കോൾസ് വന്നു. നീ എന്തിനാ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറിനെ ജയിലിലടച്ച് പറഞ്ഞു? ഉള്ളതല്ലേ, ലോകം ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കാണാം. ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ KC മൗലവി ഞങ്ങളെ നാട്ടുകാരനായിരുന്നു. അപ്പൊ എനിക്കറിയണ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് നീ എന്തിനാ അത് പറഞ്ഞാൽ പോയാൽ നിന്നെ അവര് കൊല്ലുന്നു. ഇതാണ് ഇവരുടെ ഒരു നയം. അത് പറയാൻ പാടില്ല. ഖുർആനിലുള്ള സത്യങ്ങൾ പറയാൻ പാടില്ല. ഇത് ഇന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇവർ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ ഒരു അജണ്ട എന്ന് വെച്ചാല് 2047 ഇപ്പോ വഖഫ് അതിന്റെ വേറൊരു ഭാഗമാണ്. ബംഗ്ലാദേശിൽ ഇസ്കോണിനെ സൈഡ് ഓഫ് ചെയ്യണത് കാരണം ഹിന്ദുത്വ എന്നുള്ള ആ ഒരു ഫേസ് കൊണ്ടുവരുന്ന ഒരു ടീമാണ് ഇസ്കോൺ. അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭാരത സന്യാസിന്റെ ആ പരിവേഷവും ആ സ്നേഹവും കൃഷ്ണന്റെ എല്ലാ സ്വഭാവം അവരുണ്ടാവും. ചിരിക്കാതെ അവര് സംസാരിക്കേ നിൽക്കുക പോലും ചെയ്യൂല, ഒരു സ്മൈലിംഗ് ഫേസ് അല്ലാതെ. ആ ഒരു രീതിയിലുള്ള ഈ തത്വം പ്രചരിപ്പിക്കുന്നവരെ ഇല്ലാതാക്കുക. ഇന്നിപ്പോ കോടതി വിധി മാത്രം നമുക്ക് ആശ്വാസമായിട്ടുണ്ട് പറയുന്നത്, അത് ആശ്വാസമായിരിക്കില്ല ഉറപ്പായിട്ടും. ഹുസൈൻ പറഞ്ഞ പോലെ, ഡോക്ടർ ഹുസൈൻ അതേപോലെ ഇവിടെ വരുമ്പോ വഖഫ് പറഞ്ഞിട്ട് വരുമ്പോ വഖഫിന്റെ കാര്യങ്ങൾ വരുമ്പോ എന്താ ഉണ്ടാവുക? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ എല്ലാം കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് അറ്റാക്ക് ചെയ്ത് എടുത്ത് നമ്മളുടേതാണ്, ഞങ്ങൾ തന്നെയാണ് ലാസ്റ്റ് ഇതിലുണ്ടാവുക. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് എന്താ ഇസ്ലാമില് വിലയില്ലേ എന്നാണ് ഈ ഇസ്ലാമിസ്റ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമി അവർക്ക് എവിടുന്ന് വോട്ട് ഉണ്ടായി? അവരെങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു? അവർക്കെങ്ങനെ അവരുടെ ഭാഗങ്ങളിൽ ഇവരെ കൂടെ ഇപ്പൊ മുസ്ലിം ലീഗ് കൂടുന്നു. ഇതന്നെ കേരളത്തിൽ ഇനി വരാൻ പോണ എന്താണ്? മുസ്ലിം ലീഗ് പകുതിയിലധികം, പാണക്കാട് തങ്ങൾ വരെ ജമാഅത്ത് ഇസ്ലാമി വഹാബിസം ഇതില് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറക്കെ പറയും. അപ്പൊ ഇതിനിപ്പൊ കോള് വരും എനിക്ക്. പക്ഷെ അവർക്ക് ഫണ്ട് വരുന്നില്ല. പണ്ട് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ടായിരുന്നു പാർട്ടി നടത്താന്. 10 കൊല്ലമായിട്ട് ഭരണമില്ല, ഫണ്ട് വരുന്നില്ല. അപ്പൊ SDPIനെ കൂട്ടുകെട്ടി നന്മ മരങ്ങൾ ഉണ്ടാക്കി ഫണ്ട് വരുത്തുന്ന രീതിയും നമ്മൾ കണ്ടു. പലർക്കും വേണ്ടി ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഫണ്ട് പിരിച്ചതിന്റെ രേഖകളൊക്കെ ഞാൻ കുറെ പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നാലെ പോവാൻ സമയമില്ല, അതുകൊണ്ടാ. അപ്പൊ ഇതേപോലെ ഫണ്ടുകൾ കിട്ടാതിരിക്കുമ്പോ ഇവർക്കൊക്കെ ആകെ ആവശ്യം എന്താണ്? കസേര. അപ്പൊ ഇനി അത് ഇസ്ലാമിലൂടെ മാത്രമേ കിട്ടുന്ന ലീഗ്, മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യരൊക്കെ പാണക്കാട് കൊണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നാൽ ഇവിടെ അല്ലേ വരണ്ടേ? ഡൽഹിയിൽ വന്ന് പിന്നെ പ്രിയങ്ക ഗാന്ധിനി, രാഹുൽ ഗാന്ധിനി അല്ല കാണണ്ടേ? പിറ്റേ ദിവസം പാണക്കാട് എത്തിയതിന്റെ മെസ്സേജ് എന്താ നമുക്ക് തന്നെ? ഇതാണ്, ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്. ദിസ് ഇസ് എ മെസ്സേജ് ടു അസ്. ആ കേരളം ഭരിക്കുന്നിടത്താണ് അവരെ കാണിച്ചു തരുന്നത്. അപ്പൊ അത് അവര് ചെയ്യാൻ വേണ്ടി അവര് പോവും. അവരെല്ലാം സൂഫിസത്തിന് എല്ലാം മറന്ന് ഇവര് വഹാബികൾ കൈയടക്കിയ ഒരു മുസ്ലിം ലീഗായി മാറി. അല്ലെങ്കിലും ആണല്ലോ മുസ്ലിം മുഹമ്മദ് അലി ജിന്നക്ക് വേണ്ടിയിട്ട് രാജ്യം വിഭജിച്ച് കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഈ മുസ്ലിം ലീഗുകാരും മിണ്ടാണ്ടിരിക്കണോ? ഇവിടെ
2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാവുമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോ മുസ്ലിം ലീഗാണ് പറയണ്ടേ ഇന്ത്യ നമുക്ക് വേണ്ടി വിഭജിച്ച് തന്നിട്ടുണ്ട് ഒരിക്കല്. ഇനി ഈ രാജ്യത്തെ വെട്ടിക്കീറാൻ സമ്മതിക്കൂല. നമ്മൾ ഇവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തെ ജനങ്ങളാണ്, ഡെമോക്രസിയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് ഒരു മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല. അവരെ കൂടെ നിൽക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ 2047 പ്രധാനമന്ത്രിയായി പാണക്കാട്ടുന്ന സന്ദീപ് വാര്യരൊക്കെ കൂട്ടിയിട്ട് വരും കോട്ടയ്ക്ക്. അയാൾ പറഞ്ഞല്ലോ പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യയുടെ ആകെ ആശ്വാസം. കഴിഞ്ഞ ആഴ്ച വരെ പ്രിയങ്കനെ തെറി വിളിച്ച ആള്. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ മാറ്റാൻ പറ്റുന്നുള്ള ഭയങ്കര സംഭവമാണ്. അപ്പൊ എനിക്ക് മെസ്സേജ് വരും, ഓ സന്ദീപ് വാര്യർ വന്ന് പാണക്കാട്ടേക്കൊക്കെ വരണം, നിങ്ങളെ ഒക്കെ അങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ എല്ലാരോടായിട്ട് പറയണു, പാണക്കാടും ഒക്കെ ഇല്ല അനിൽജി, പാണക്കാടും കോഴിക്കോടും മലപ്പുറവും എല്ലാ തങ്ങന്മാരെയും കണ്ടതിന് ശേഷം, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാരെയും കണ്ടതിന് ശേഷം ഞാൻ എത്തിയൊരിടാണ് ഈ RSSന്റെ കൂട്ടായ്മയായ BJPയോട് സഹകരിച്ചു പോണ ഒരു പാർട്ടിയിലെത്തി ഞാൻ സ്വസ്ഥായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് ഒരു പാണക്കാട് വേണ്ട, കോഴിക്കോട് വേണ്ട, ഹരേ കൃഷ്ണ എന്ന് തന്നെ എപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. ശരി അതിനുള്ള കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ.